വീട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ കാറുകൾ ഉണ്ടായിരുന്നു. വളരെയധികം അത്യാവശ്യത്തിനും വേഗത്തിനും എത്താനുള്ള കാറുകൾ ഉണ്ടായിട്ട് പോലും സെയ്ഫ് അലി ഖാന്റെ ജീവൻ രക്ഷിച്ചത് ഓട്ടോറിക്ഷയാണെന്ന് പറയുന്നതാണ് എല്ലാവർക്കും അതിശയമായി മാറിയത്. എന്നാൽ ഇപ്പോൾ തന്റെ ജീവൻ രക്ഷിച്ച ഓട്ടോ ഡ്രൈവർക്ക് വേണ്ടി നിൽക്കുകയാണ് സെയ്ഫ് അലി ഖാൻ. അദ്ദേഹത്തിന് ഇപ്പോൾ പണം നൽകി മൂടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തന്റെ ആത്മസ്നേഹം തന്നെയാണ് അദ്ദേഹം അവിടെ കാണിച്ചിരിക്കുന്നത്. ആശുപത്രി വിട്ട ഉടനെ തന്നെ ആ ഓട്ടോ ഡ്രൈവറിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പാരിതോഷികം നൽകിയിരിക്കുകയാണ് സെയ്ഫ് അലി ഖാൻ. ഓട്ടോ ഡ്രൈവർ ഒരുപാട് തവണ തനിക്ക് വേണ്ട എന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും താങ്കൾ എൻ്റെ ജീവിതം രക്ഷിച്ചതാണ് എന്നും അതുകൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശം തനിക്കുമുണ്ട് എന്ന് സെയ്ഫ് അലി ഖാൻ പറയുകയായിരുന്നു. സെയ്ഫ് അലി ഖാൻ ആ പറഞ്ഞത് സത്യമാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും അംഗീകരിച്ചു. ആ ഒരു സമയത്ത് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിച്ചേനെ. അദ്ദേഹത്തിന് കാർ ഓടിക്കാൻ അറിയാം, എന്നാൽ ആ ഒരു അവസ്ഥയിൽ കാർ ഓടിക്കാനാകില്ല. ആ വീട്ടിൽ കാർ ഓടിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ഓട്ടോറിക്ഷയിൽ തന്നെ പോയത്. കൃത്യസമയത്ത് ഓട്ടോറിക്ഷക്കാരൻ്റെ വരവും അതുപോലെ തന്നെ കൃത്യസമയത്ത് അദ്ദേഹം ആശുപത്രി എത്തിച്ചതും കൊണ്ടാണ് ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ഇങ്ങനെ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നതെന്നും സെയ്ഫ് അലി ഖാൻ തന്നെ കുറിച്ചു. അതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവരാണ്. എത്രമാത്രം ഞാൻ നന്ദി പറഞ്ഞാലും അതിന് ഒരിക്കലും മതിയാകില്ല. എന്തൊക്കെ ചെയ്താലും അതിനൊന്നും പരിഹാരമാകില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് വീണ്ടും വീണ്ടും സെയ്ഫ് അലി ഖാൻ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഓട്ടോ ഡ്രൈവർ, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ ഓട്ടം വിളിച്ചു, ഞാൻ വന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. താങ്കൾക്ക് വയ്യ എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ ഓടിച്ചു. താങ്കൾക്ക് എങ്ങനെയെങ്കിലും ആശുപത്രി എത്തണമെന്ന് അറിയിച്ചതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ ഓടിച്ചു. അതുമാത്രമാണുള്ളത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എടുത്തു പറയുകയാണ് സെയ്ഫ് അലി ഖാൻ. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് അംഗീകരിക്കുന്നു. സെയ്ഫിൻ്റെ കാര്യം പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ഒരു ദേവദൂതനെ പോലെ വന്നതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ സെയ്ഫ് അലി ഖാനും സെയ്ഫ് അലി ഖാൻ്റെ കുടുംബത്തിനും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. മൊഴികളിലൊക്കെ തന്നെയും വൈരുദ്ധ്യമുണ്ട്, സമ്മതിച്ചു. എന്നാലും ഈ കേസ് അന്വേഷിക്കണം. കേസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയണം. എവിടെയാണ് എന്ന് പ്രേക്ഷകർക്കും അറിയേണ്ടതായുണ്ട്. പലരും ബന്ധുക്കളെയും അവിടെയുള്ള ജോലിക്കാരെയും പോലും പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം എന്നറിഞ്ഞാൽ മാത്രമേ ഇത്തരം പറയുന്ന വാർത്തകൾക്കൊക്കെ മറുപടിയാകൂ. ഇതിനൊരു മറുപടി ആവശ്യമാണ് എന്ന് സെയ്ഫ് അലി ഖാന്റെ ആരാധകർ തന്നെ പറയുന്നു. മലയാളി പ്രേക്ഷകരൊക്കെ തന്നെയും സെയ്ഫ് അലി ഖാന്റെ വാർത്തകൾ അറിയുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ആരാണ് നടന്റെ വീട്ടിൽ കയറി നടനെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചത്? നടൻ ഉൾപ്പെടെ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറ്റവാളി ആരെന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ നടന് കുറ്റവാളി ആരെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുന്നതുൾപ്പെടെ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.